1 മുതൽ 6 വരെ പ്രതികൾ. ദിലീപ് 8ാം പ്രതിയാണ്. ബാക്കിയുള്ളവരുടെ കേസിലെ വിധി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നു. A1 to A6 അക്യൂസ്ഡ് A1 to A6, അതായത് 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരുടെ എന്താണ് സ്റ്റാറ്റസ്, എന്താണ്, അവരെ വെറുതെ വിടുകയാണോ ചെയ്തത് എന്നറിയാം. 1 മുതൽ 6 വരെ ഉള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ദിലീപ് ഇതിലെ 8ാം പ്രതിയാണ് എന്ന് കാണുക. ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതാണോ ഈ വിധി പ്രസ്താവം എന്നറിയാൻ അതിന്റെ കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കോടതി എന്താണ് കണ്ടെത്തുന്നത് അത് കാത്തിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ഇന്ന് പൾസർ സുനിമിൽ കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യത്തിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ദിലീപിന് കോടതി ശിക്ഷ വിധിച്ചതായി നമ്മൾ ഇപ്പോൾ കാണുന്നില്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ എന്ന് പറയുമ്പോൾ ദിലീപ് 8ാം പ്രതിയാണ്. 1 മുതൽ പൾസർ സുനി അടക്കമുള്ള പ്രതികൾ ഈ കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ദിലീപിനെതിരെ കുറ്റം കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും അടക്കമുള്ള കാര്യങ്ങൾ അവർക്കെതിരെ തെളിഞ്ഞുവെന്നാണ് കോടതി കണ്ടെത്തുന്നത്. കോടതിയുടെ പരിസരത്ത് ദിലീപിന്റെ ഫാൻസിന്റെ ആഹ്ലാദ പ്രകടനമുണ്ട് എന്നതുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിലെ സ്റ്റാറ്റസ് എന്താണ്? 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കുറ്റക്കാരനാണെന്നല്ല കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എന്തായാലും ശിക്ഷാവിധി പുറത്തു വരുമ്പോൾ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, ഒപ്പം പ്രദീപ്, G ശരത്ത്, പ്രദീപ് അടക്കമുള്ള 6 പേർ, ഈ 6 പേർക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ